വെൽക്കം ടു ദി ചാനൽ. ഞാനിപ്പോ സ്വിറ്റ്സർലൻഡിലാണുള്ളത്. ഇതൊരു കൊച്ചു റോഡ് ട്രിപ്പ് എപ്പിസോഡാണ്. സ്വിറ്റ്സർലൻഡിൽ നിന്ന് ലിച്ചൻസ്റ്റൈൻ എന്ന് പറഞ്ഞൊരു കൺട്രിയിൽ പോകുന്നു. ലിച്ചൻസ്റ്റൈനിൽ നിന്ന് ഓസ്ട്രിയയിൽ പോകുന്നു. ജോയിച്ചേട്ടനെ ഞാൻ ഇതിനു മുമ്പത്തെ എപ്പിസോഡിൽ പരിചയപ്പെടുത്തിയതാണ്. ഇത് ആണ് പുതിയതായിട്ട് വന്ന രണ്ടുപേര്. ഓരോരുത്തരെ വെച്ച് പരിചയപ്പെടുത്താം. ഇത് അഭിലാഷ് എന്റെ ഫ്രണ്ടാണ്. സ്വിറ്റ്സർലൻഡിൽ താമസിക്കാണ്. ഞാനിവിടെ ഒരു കമ്പനിയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഏത് കമ്പനിയിലാണ്? അത് ബെപ്സി എന്ന് പറയുന്ന ഒരു ട്രാൻസ്പോർട്ട് കമ്പനിയാണ്, ലോജിസ്റ്റിക്സ്. ഇത് വളരെ യാദൃശികമായി ഞങ്ങളുടെ കൂടെ കൂടിയ ഒരാളാണ് അല്ലെ? അതായത് പേര് പറഞ്ഞു. എന്റെ പേര് പ്ലാറ്റിനി എന്നാണ്. ഞാൻ കൊച്ചിയാണ് സ്വദേശം. അവിടെ മെഴ്സിഡസ് ബെൻസിൽ വർക്ക് ചെയ്യും. നമ്മൾ ആദ്യം അങ്ങോട്ട് പോകുന്നേ. നമ്മൾ ആദ്യം പോകുന്നത് ഐൻസ്കേഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സ്വിറ്റ്സർലൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാഴ്ചകളുടെ കാര്യത്തിൽ പിന്നെ ഒന്നും പറയണ്ടല്ലോ. സൂറിക്കിൽ നിന്നാണ് ഞങ്ങൾ യാത്ര ആരംഭിച്ചത്. സെൻട്രൽ സ്വിറ്റ്സർലൻഡിലെ ഷ്വിസ് കണ്ടോണിൽ ആൽപ്സ് മലനിരകളുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഐൻസിഡലിൽ എന്ന ഗ്രാമത്തിലേക്കാണ് ആദ്യം പോകുന്നത്. നമ്മൾ യാത്ര തുടങ്ങി ആദ്യം എത്തിയിരിക്കുന്ന ഐൻസിഡൽ എന്ന് പറഞ്ഞൊരു ചർച്ച് കാണാനായിട്ടാണ്. ഒത്തിരി ചരിത്ര പ്രാധാന്യമുള്ള ചർച്ചാണ്. സോ നമുക്ക് ഈ ചർച്ചിന്റെ അകത്തെല്ലാം കയറി ചർച്ച് കണ്ട് യാത്ര തുടരാം. സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഐൻസിഡൽ മൊണാസ്ട്രി. 9ാം നൂറ്റാണ്ടിൽ വിശുദ്ധ മൈൻറാഡ് എന്ന ബെനഡിക്റ്റൻ സന്യാസി ഈ പ്രദേശത്ത് ധ്യാന ജീവിതം നയിച്ചിരുന്നു. കൊല്ലവർഷം 861 മൈൻറാഡ് മോഷ്ടാക്കളാൽ മാരകമായി ആക്രമിക്കപ്പെട്ട് കൊല ചെയ്യപ്പെടുകയും പിന്നീട് 934 ആണ്ടിൽ അദ്ദേഹത്തിന്റെ പിൻഗാമികൾ ഈ ആശ്രമം സ്ഥാപിക്കുകയും ചെയ്തു. ഇന്ന് കാണുന്നത് പോലെ ബറോക്ക് ശൈലിയിൽ ആശ്രമം പുനർനിർമ്മിച്ചത് 18ാം നൂറ്റാണ്ടിലാണ്. അകത്തെ കൊത്തുപണികളും ചിത്രങ്ങളും സ്വർണ്ണത്തിളക്കമുള്ള അലങ്കാരങ്ങളും ഈ ദേവാലയത്തെ ആകർഷകമാക്കുന്നു. ഇവിടുത്തെ ബ്ലാക്ക് മഡോണ എന്ന മാതാവിന്റെ പ്രതിമ വിശ്വാസികൾക്ക് അത്ഭുതങ്ങൾ സമ്മാനിക്കുന്നതായി കണക്കാക്കപ്പെടുന്നു. ചുറ്റുവട്ടമൊക്കെ ഒന്ന് നടന്നു കാണുവാനായി ഞാൻ ഇറങ്ങി. ഞായറാഴ്ച അവധി ദിവസമായതിനാൽ രാവിലെ തന്നെ കഫേകളിലേക്ക് ആളുകൾ എത്തി തുടങ്ങിയിരുന്നു. പൊതുവിടങ്ങൾ ഏറ്റവും വൃത്തിയായും വിവിധ നിറങ്ങളിലുള്ള പൂക്കളുള്ള ചെടികളൊക്കെ നട്ട് ഭംഗിയായി പരിപാലിക്കുന്നത് സ്വിറ്റ്സർലൻഡിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിലൊന്നാണ്. വൈകുന്നേരം നടക്കുന്ന തദ്ദേശീയ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനായി നൂറ്റാണ്ടുകൾ പഴക്കം തോന്നുന്ന കുതിരവണ്ടികൾ തയ്യാറെടുത്ത് നിൽക്കുന്നു. സ്വിറ്റ്സർലൻഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആധുനികതയിലും എത്രമാത്രം മനുഷ്യന് പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് ജീവിക്കാമെന്ന് നേരിട്ട് കാണാൻ കഴിയും. വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമാണ് വികസനവും പരിസ്ഥിതിയും ഒരേ സമയം സംരക്ഷിച്ചു പോകാനാകുന്നത്. പൊതുസ്ഥലങ്ങൾ ഏറ്റവും മനോഹരമാക്കി പരിപാലിക്കുന്നതിലും മാലിന്യ സംസ്കരണത്തിലും ലോകത്തിന് തന്നെ ഒരു മാതൃകയാണ് സ്വിറ്റ്സർലൻഡ്. ലിച്ചൻസ്റ്റൈൻ എന്ന കൊച്ചു രാജ്യത്തിന്റെ തലസ്ഥാനമായ വഡൂസ് നഗരത്തിലേക്കാണ് ഇനി ഞങ്ങളുടെ യാത്ര. എഴുതിയേക്കുന്നത് 4 ആൽപ്പൻ എക്സ്പ്രസ് എന്നാണ്. ആൽപ്സ് പർവ്വതങ്ങളുടെ ഏതെങ്കിലും റൂട്ടിൽ പോകുന്ന ട്രെയിൻ ആയിരിക്കും 4 ആൽപ്പൻ എക്സ്പ്രസ്. സ്വിറ്റ്സർലൻഡിന്റെ റോഡുകൾ ഈ രാജ്യത്തിന്റെ അഭിമാനമാണ്. മലയിടുക്കുകളിലൂടെ കൃത്യതയോടെ നിർമ്മിച്ച റോഡുകൾ ഏത് കാലാവസ്ഥയിലും സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയുന്നവയാണ്. ദുർഘടമായ പർവ്വതനിരകൾ നിറഞ്ഞ പ്രദേശത്തൊക്കെ ദശാബ്ദങ്ങൾക്ക് മുന്നേ തന്നെ ടണലുകൾ നിർമ്മിച്ച് സുഗമമായ യാത്ര എല്ലാ കാലാവസ്ഥയിലും ഉറപ്പാക്കിയിരിക്കുന്നു. ഏറ്റവും കൃത്യതയും കാര്യക്ഷമതയും ഉള്ളതാണ് ഇവിടുത്തെ ഗതാഗത സംവിധാനം. എല്ലാവരും അച്ചടക്കത്തോടെയും സുരക്ഷിതമായും വാഹനങ്ങൾ ഓടിക്കാൻ ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ വാഹനാപകടങ്ങളും വളരെ കുറവ് മാത്രമേ ഇവിടെ സംഭവിക്കാറുള്ളൂ. നമ്മൾ BP ഒരു പമ്പിലാണ് കയറിയത്. ഇവിടെ ഡീസലിന്റെ വില 2.14 സ്വിസ് ഫ്രാങ്ക്. പമ്പിനോട് ചേർന്ന് തന്നെ റെസ്റ്റോറൻറ്റും കോഫി ഷോപ്പും ഒക്കെ ഉണ്ട്. ഇങ്ങനെ കാഴ്ച രക്ഷയില്ല. ചുറ്റോട് ചുറ്റും കോട്ട പോലെ വലകളാണ്. താഴെ വെള്ളമാണെങ്കിൽ നല്ല ഗ്രീൻ കളറും. വണ്ടികൾ ചീറിപ്പാഞ്ഞു പോകുന്നുണ്ട്. ഇഷ്ടംപോലെ വണ്ടികൾ കണ്ടു തന്നെ കുറെ സമയം നിൽക്കാം. നാട്ടിൽ നിന്ന് കൊണ്ടെന്താ ശർക്കര വരട്ടി കഴിക്കുന്നത്. നാട്ടിൽ നിന്ന് വരുമ്പോ ഇങ്ങനെ സാധനങ്ങൾ കിട്ടുന്ന കാരണം നമുക്ക് കഴിക്കാൻ പറ്റും. അടിപൊളി. സ്വിറ്റ്സർലൻഡിൽ നിന്നിട്ട് ഇത്രയും ഭംഗിയൊക്കെ എന്ത് വേണം ഒരു മലയാളിക്ക് എന്ത് വേണം. സൺഡേ ആയതുകൊണ്ട് പാർക്കിലൊക്കെ ഫുൾ കുട്ടികളെ കൊണ്ട് പേരൻസ് വന്നിട്ടുണ്ട്. കുറച്ച് പേര് നടക്കാനും ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം നല്ല ക്ലീൻ ഫെസിലിറ്റീസ് ആണ്.
ഇത് സ്വിസ്സിലെ ഒരു ഫേവറേറ്റ് ഡ്രിങ്ക് ആണ്. എന്റെ പേര് റിവെല്ല എന്നാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ആണോ സിസ്റ്ററുടെ ഫേവറേറ്റ് ആണോ? എന്റെയും ഫേവറേറ്റ്. ഓക്കെ. അപ്പൊ ഇതില് മിൽക്ക് സെറം ഒക്കെ ആയിട്ടുള്ള സാധനമാണ്. ഓക്കെ. അതൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. എനിക്ക് ഇഷ്ടമാണ്. ഓക്കെ, ഞാൻ ട്രൈ ചെയ്യാം. ഞാൻ തന്നെ ട്രൈ ചെയ്യാം. വേറെ സാധനങ്ങളൊക്കെ ഇത് നമ്മള് 2 കപ്പുച്ചിനോ മേടിച്ചു. സൂപ്പർ ഐറ്റം ഇതാണ് കേട്ടോ. കിഡിലും ടേസ്റ്റ് ആണ്. ഇത് ബേസിക്കലി കാപ്പിയും ബിസ്ക്കറ്റും ആണ്. ഈ ടിന്നിന്റെ മുകൾ വശത്ത് ഇത് ഒരു ചെറിയ ബിസ്ക്കറ്റും വെച്ചിട്ടുണ്ട്. ഈ ഫ്രണ്ടിൽ കാണുന്നൊക്കെ ആൽഫ് പർവ്വത നിരകളാണ്. മഞ്ഞില്ലെന്നേ ഉള്ളൂ. 2 മാസം കഴിയുമ്പോൾ ഇതെല്ലാം മഞ്ഞ് മൂടി തുടങ്ങും. ഇടതുവശത്ത് കാണുന്നത് റൈൻ നദിയും മറുവശത്ത് ലിച്ചൻസ്റ്റൈനുമാണ്. 1901 തടി കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കിയ ഓൾഡ് റൈൻ ബ്രിഡ്ജ് സ്വിറ്റ്സർലൻഡിനെയും ലിച്ചൻസ്റ്റൈനെയും ബന്ധിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ നമ്മളിപ്പോ ലിച്ചൻസ്റ്റൈൻ എന്ന് പറഞ്ഞ രാജ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. സ്വിറ്റ്സർലൻഡിന്റെയും ഓസ്ട്രിയയുടെയും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു രാജ്യമാണ് ലിച്ചൻസ്റ്റൈൻ. വെറും 160 സ്ക്വയർ കിലോമീറ്റർ മാത്രമാണ് വിസ്തീർണമെങ്കിലും ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ്. 40,000-ൽ താഴെ മാത്രം ജനസംഖ്യയുള്ള ലിച്ചൻസ്റ്റൈൻ്റെ ഔദ്യോഗിക ഭാഷ ജർമ്മനാണ്. തലസ്ഥാനമായ വഡൂസ് നഗരത്തിലേക്കാണ് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. 17-18 നൂറ്റാണ്ടുകളിലായാണ് വഡൂസും ഷെല്ലൻബർഗ് പ്രദേശങ്ങളും ലിച്ചൻസ്റ്റൈൻ രാജകുടുംബം സ്വന്തമാക്കുന്നത്. 1806-ൽ ലിച്ചൻസ്റ്റൈൻ ഒരു സ്വതന്ത്ര രാജ്യമായി രൂപീകരിക്കപ്പെടുകയും പിന്നീട് 1866-ൽ ജർമ്മൻ കോൺഫെഡറേഷനിൽ നിന്നും പൂർണ്ണ സ്വാതന്ത്ര്യം നേടുകയും ചെയ്തു. ബ്രിട്ടനിലേതിന് സമാനമായി കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ഭരണ സംവിധാനമാണിവിടെ. പ്രിൻസ് ഹാൻസ് ആഡം രണ്ടാമനാണ് ഇപ്പോഴത്തെ ഭരണകർത്താവ്. ലോകത്തിലെ ഏറ്റവും ചെറിയ 6ാമത്തെ രാജ്യമായ ലിച്ചൻസ്റ്റൈനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു കാസിലൊക്കെ കാണുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇവിടുത്തെ വണ്ടികളുടെ നമ്പർ പ്ലേറ്റ് ഒക്കെ വളരെ പ്രത്യേകത ഉള്ളതാണ്. ആദ്യം ഒരു വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കണ്ടിട്ട് നമുക്ക് സ്ട്രീറ്റിലൂടെ ഒന്ന് നടന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. നോർമലി നമ്മുടെ യൂറോപ്യൻ യൂണിയനിലുള്ളതിന്റെ മിക്കതിന്റെ നമ്പർ പ്ലേറ്റ് വരുന്നത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ്. പക്ഷെ ഇവിടുത്തെ നമ്മുടെ ലിച്ചൻസ്റ്റൈനിലെ നമ്പർ പ്ലേറ്റിന് കുറച്ച് വ്യത്യാസമുണ്ട്. ബ്ലാക്ക് ആണ് വരുന്നത്. നടുക്ക് നമ്മുടെ കൺട്രീന്റെ ഒരു എംബ്ലം ഉണ്ട്. ആക്ച്വലി FL എന്ന് പറഞ്ഞാൽ ഫിയർസ്റ്റെൻറ്റും ലിച്ചൻസ്റ്റൈൻ എന്നാണ്. പ്രൊനൗൺസിയേഷൻ തെറ്റാൻ സാധ്യതയുണ്ട്. ജർമ്മൻ ആണ്. കറക്റ്റ് ആണോ എന്ന് അറിയത്തില്ല. ഇത് ഒരു ജർമ്മൻ വണ്ടിയാണ്. ഡോച്ച്ലാൻഡ്. ഇനി അപ്പുറത്തേതാ ഓസ്ട്രിയ. ഇത് UK വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. സ്കോഡ റാപ്പിഡ്. ZH സൂറിക് സ്വിറ്റ്സർലൻഡ് പോലുള്ള വണ്ടിയുണ്ട്. ഗ്രബുണ്ടൻ അതും സ്വിറ്റ്സർലൻഡ് ആണ്. നമ്മുടെ വണ്ടി ഫ്രാൻസ്. സെൻഗാലൻ. ഓക്കെ. ഞങ്ങൾ 2ആയിട്ട് നടക്കാനാണ് തീരുമാനിച്ചത്. കാറ് നിർത്തിയ സ്ഥലത്തുനിന്ന് ഒരു ഭാഗത്തേക്ക് ജോജി ചേട്ടൻ പ്ലാറ്റിനിയും പോയി. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഞങ്ങൾ രണ്ടുപേരും. അപ്പൊ ഇവിടെ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള കാഴ്ചകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്തോട്ട് എത്താന്ന് പറയാം അല്ലേ? യെസ്. മ്യൂസിയത്തിലേക്കുള്ള വഴിയൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഫെസിലിറ്റികളും അല്ലെങ്കിൽ ടൂറിസ്റ്റ് അട്രാക്ഷൻസും ഒക്കെ ക്ലോസ്ഡ് ആണ്. ഈ കാണുന്നത് ബസ് നിർത്താനുള്ള സ്ഥലമാണ്. ഒരു ബസ് സ്റ്റോപ്പാണ്. സൈഡില് സൈക്കിൾ ട്രാക്ക് കാണാം. സൈക്കിള് മാത്രം ഇതിലൂടെ പോവാം. മറ്റു വാഹനങ്ങൾ ഓടിക്കാൻ പറ്റില്ല സൈക്കിൾ ഉണ്ടെങ്കിൽ. വളരെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ്. ഫുൾ സൂപ്പർ കാർസ് ആണ് ഇവിടെ കാണുന്നത്. പോസ്റ്റ് ഓഫീസിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ക്ലോസ്ഡ് ആണ്. ഇവിടെ ആക്ച്വലി നമുക്ക് പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്യായിരുന്നു. സൺഡേ ആയതുകൊണ്ട് ഇന്ന് നടക്കില്ല. ലിച്ചൻസ്റ്റൈൻ്റെ പാർലമെന്റ് മന്ദിരമാണിത്. ഓക്കർ നിറമുള്ള റൈനിഷ് ക്ലേ കൊണ്ടുള്ള മൺകട്ടകൾ ഉപയോഗിച്ചാണ് ഈ പാർലമെന്റ് മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. അതിസമ്പന്ന രാജ്യമാണെങ്കിലും 2008-ൽ നിർമ്മാണം പൂർത്തിയാക്കിയ പാർലമെന്റ് മന്ദിരം മിനിമലിസ്റ്റ് ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. തൊട്ടടുത്തായി 1874-ൽ നിർമ്മിച്ച സെന്റ് ഫ്ലോറിൻ കത്തീഡ്രലും നിലകൊള്ളുന്നു. ഇത് ഏകദേശം സിറ്റിയുടെ സെൻട്രലായിട്ട് തന്നെയുള്ള ഒരു പാർട്ടാണ്. ഇത് സൺഡേ ആയതുകൊണ്ട് തന്നെ ഫുൾ കാമൻ ക്വയറ്റാണ്. അല്പം മുന്നിലായുള്ള ടൂറിസ്റ്റ് ഫെസിലിറ്റിയിൽ പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്യാനുള്ള സൗകര്യവും ധാരാളം സുവനീർ ഷോപ്പുകളും ഉണ്ടെന്നറിഞ്ഞ് ഞങ്ങൾ അവിടേക്ക് നടന്നു. ഇവിടെ പാസ്പോർട്ട് ഇവിടെ സ്റ്റാമ്പ് ചെയ്ത് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാമ്പ് ചെയ്യാൻ കൊടുക്കാൻ എത്ര രൂപ? 3 യൂറോ അല്ലേ? ഓക്കെ.
ഞാനിവിടുത്തെ രാജാവായി മാറിയിരിക്കുകയാണ്. ചായ എന്ന് എഴുതി വെച്ചിരിക്കുന്നു ഹിന്ദിയിൽ. ചായ 3 യൂറോ, 300 രൂപ എടുത്ത് വരുമല്ലേ ഒരു ചായക്ക്? ഈ വണ്ടി എത്ര ഭംഗിയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നുണ്ട്. മുകളില് സോളാർ പാനലുണ്ട്, ക്യാമ്പിംഗ് ഫെസിലിറ്റി ഉണ്ട്. ഇതാ ഇവിടുത്തെ തന്നെ വണ്ടിയാണ്. അങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലും ഉണ്ടോ അപ്പുറത്തെ സൈഡില്? ഇതൊക്കെ ഒരു സാധാ സിറ്റി പോലെ തന്നെ കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങൾ തന്നെയാ. കുറെ വെറൈറ്റി ഓഫ് ബിൽഡിങ്സും അതൊക്കെ ആയിട്ടുള്ളതാണ്. പക്ഷേ ഷോപ്സ് ക്ലോസ്ഡ് ആണ്. ഷോപ്സ് ഒക്കെ ക്ലോസ്ഡ് ആണ് സൺഡേ കാരണം. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ആ കാസിലൊന്ന് പോയി കണ്ടു കഴിഞ്ഞാലേ, കാസിലാണ് ഇവിടുത്തെ ജസ്റ്റ് ഒന്ന് ഇതിലൂടെ ചുറ്റിക്കറങ്ങി ഗ്യാസിലോട്ട് പോവാം. കാസിലോട്ട് പോവാം. അപ്പൊ നമ്മള് ലിച്ചൻസ്റ്റൈനിൽ ഫുഡ് കഴിക്കുകയാണ്. ലഞ്ച് എന്ന് പറഞ്ഞ സമയം ഉച്ച കഴിഞ്ഞ് ഒരു ടർക്കിഷ് കബാബാണ്. കബാബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷവർമയുടെ വേറൊരു രൂപം, പക്ഷെ നല്ല വലുപ്പമുണ്ട്. ഇത് ഒരു 13 യൂറോ ആണ് ഇതിന്റെ ചാർജ്. ഇതിന്റെ കൂടെ ഒരു ഡ്രിങ്ക് നമുക്ക് എടുക്കാം. നമ്മൾ 2 എടുത്തപ്പോൾ ഇതിലൂടെ 2 ഡ്രിങ്ക് കിട്ടി. ജോയിച്ചേട്ടൻ ഡയറ്റിങ്ങിലാന്ന് പറഞ്ഞത്. ജോയിച്ചേട്ടൻ ഫാസ്റ്റ് ഫുഡ്, കബാബ് ഇങ്ങനത്തെ ഒന്നും കഴിക്കില്ല. രാത്രി ബിരിയാണി മാത്രമേ കഴിക്കുള്ളൂ എന്നാ പറയുന്നത്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പെപ്സി കുടിച്ചപ്പോൾ പെപ്സിക്ക് കുറച്ച് ഡിഫറെന്റ് ടേസ്റ്റ്. കാരണം മറ്റൊന്നുമല്ല, വഡൂസ് കാസിലിലേക്കാണ് പിന്നീട് ഞങ്ങൾ പോയത്. ലിechtenstein രാജകുടുംബത്തിന്റെ ഔദ്യോഗിക വസതിയായാണ് വഡൂസ് കാസിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. 12-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ കോട്ട 1712-ലാണ് ലിechtenstein രാജകുടുംബം സ്വന്തമാക്കുന്നത്. പ്രതിരോധ ആവശ്യങ്ങൾക്കായി നിർമ്മിച്ചതാണെങ്കിലും 1938-ൽ അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഫ്രാൻസിസ് ജോസഫ് രണ്ടാമൻ ഈ കോട്ട സ്ഥിര വസതിയായി തിരഞ്ഞെടുത്തു. പ്രിൻസ് ഹാൻസ് ആഡം രണ്ടാമനും അദ്ദേഹത്തിന്റെ കുടുംബവുമാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത്. സ്വകാര്യ വസതിയായതിനാൽ പൊതുജനങ്ങൾക്ക് കൊട്ടാരത്തിനുള്ളിൽ പ്രവേശനം അനുവദിച്ചിട്ടില്ല. എന്നാൽ എല്ലാ വർഷവും ഓഗസ്റ്റ് 15-ന് നടക്കുന്ന ദേശീയ ദിനാഘോഷത്തിൽ കൊട്ടാരത്തിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം നൽകുകയും രാജകുടുംബം ജനങ്ങളോട് ഇടപെടുകയും ചെയ്യുന്നു. സ്ഥിരതയുള്ള ഭരണ സംവിധാനവും കുറ്റകൃത്യങ്ങളില്ലാത്തതും സാമ്പത്തികമായി വളരെ സമൃദ്ധവും പ്രകൃതി ഭംഗിയും വളരെ സന്തോഷത്തോടുകൂടിയും തൃപ്തിയോടുകൂടി ജീവിക്കുന്ന ജനങ്ങളുമെല്ലാമായി ഒരു അത്ഭുത രാജ്യമാണ് ലിechtenstein. ഓസ്ട്രിയയിലെ ബ്രഗൻസിലേക്കാണ് ഇനി ഞങ്ങളുടെ യാത്ര. ഓസ്ട്രിയൻ മോട്ടോർവേയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവേണ്ട ടോൾ സ്റ്റിക്കർ ഞങ്ങളുടെ വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല. പെട്രോൾ പമ്പുകളിലും പോസ്റ്റ് ഓഫീസിൽ നിന്നുമൊക്കെ ഇത് വാങ്ങാമെങ്കിലും ഞായറാഴ്ച വളരെ കുറച്ച് സ്ഥാപനങ്ങൾ മാത്രമേ ഇവിടെ തുറന്നു പ്രവർത്തിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഗ്രാമങ്ങളിലൂടെയുള്ള ടോൾ ഇല്ലാത്ത വഴിയാണ് ഓസ്ട്രിയയിലേക്കുള്ള യാത്രയ്ക്കായി ഞങ്ങൾ തിരഞ്ഞെടുത്തത്. ആൽപൈൻ ഗ്രാമങ്ങളുടെ ഭംഗി വാക്കുകളിലൂടെ വിവരിക്കാനാവില്ല. വിശാലമായ കൃഷിയിടങ്ങൾ, ലളിതമായ ശൈലിയിൽ നിർമ്മിച്ച വീടുകൾ, പുൽമൈതാനങ്ങളിൽ മേയുന്ന കന്നുകാലികൾ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളികൾ, പ്രകൃതി ഭംഗി, ശുദ്ധമായ വായു, ശാന്തമായ അന്തരീക്ഷം, പിന്നിൽ കോട്ട പോലെ ആൽപ്സ് പർവ്വതനിരകൾ. അങ്ങനെ നമ്മൾ ഓസ്ട്രിയയുടെ ബോർഡർ എത്തി. ബോർഡർ ക്രോസ് ചെയ്യാണ്. ഓസ്ട്രിയൻ ഫ്ലാഗും ലിechtenstein ഫ്ലാഗും ഒക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഓസ്ട്രിയയിലേക്ക് കടന്നിരിക്കുകയാണ്. ഓസ്ട്രിയൻ വണ്ടികളായി ടിക്കറ്റ് കിട്ടാൻ നോക്കാൻ നമുക്ക് വേണമെങ്കിൽ ഒന്ന്. പക്ഷെ അവിടെ നിന്നില്ല, ഇങ്ങനത്തെ പമ്പ് പോലത്തെ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിനെങ്കിൽ കിട്ടും.
നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് കിടക്കുമ്പോൾ ഇതുപോലെ ടോൾ സ്റ്റിക്കേഴ്സ് നമുക്ക് പെട്രോൾ പമ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതിന് 10 യൂറോ 9.90 ആണ് റേറ്റ് വരുന്നത്. 10 ദിവസം വാലിഡിറ്റി. ഇത് നമ്മൾ വണ്ടിയിൽ ഒട്ടിച്ചില്ലെങ്കിൽ നമുക്ക് ഫൈനൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇവിടെ സൈക്കിൾ ട്രാക്ക്, സൈക്ലിങ്ങിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. വില്ലേജ് റോഡിൽ കൂടെ വന്ന് ടോൾ സ്റ്റിക്കർ എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ ഹൈവേയിലേക്ക് കയറി. യൂറോപ്പിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ മനസ്സിൽ ഓസ്ട്രിയ എന്ന രാജ്യം പലപ്പോഴും പ്രധാന പട്ടികയിൽ കാണാറില്ല. ഫ്രാൻസിന്റെ ഗ്ലാമറോ ജർമ്മനിയുടെ വലുപ്പമോ സ്വിറ്റ്സർലൻഡിന്റെ പ്രശസ്തിയോ ഒന്നും അവകാശപ്പെടാനില്ലെങ്കിലും യൂറോപ്പിന്റെ മുഴുവൻ സംസ്കാരവും ഭംഗിയും കാഴ്ചകളും ഓസ്ട്രിയ എന്ന രാജ്യത്ത് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. എളുപ്പം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യൂറോപ്പാണ് ഓസ്ട്രിയ എന്ന് പറയാം. ഓസ്ട്രിയയുടെ 2/3 ഭാഗങ്ങളും ആൽപ്സ് പർവ്വത നിരകളാണ്. ആൽപൈൻ ടൂറിസം കൊണ്ട് സ്വിറ്റ്സർലൻഡ് പ്രശസ്തമാണെങ്കിലും അതെല്ലാം തന്നെ കുറഞ്ഞ ചിലവിലും തിരക്കൊഴിഞ്ഞും ഓസ്ട്രിയയിലും ആസ്വദിക്കാനാകും. സ്വിറ്റ്സർലൻഡ്, ജർമ്മനി, ഇറ്റലി, ചെക്ക് റിപ്പബ്ലിക്, ഹംഗറി, സ്ലൊവേനിയ, ലിസ്റ്റൻഷൈൻ തുടങ്ങിയ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നതുകൊണ്ട് തന്നെ യൂറോപ്പിൽ ഏറ്റവും അധികം അതിർത്തികൾ പങ്കിടുന്ന ഒരു രാജ്യം കൂടിയാണ് ഓസ്ട്രിയ. വിയന്നയാണ് ഓസ്ട്രിയയുടെ തലസ്ഥാനം. ജർമ്മനാണ് ഔദ്യോഗിക ഭാഷ. ഓസ്ട്രിയയുടെ പടിഞ്ഞാറ് അറ്റത്ത് കോൺസ്റ്റൻസ് എന്ന യൂറോപ്പിലെ 3ാമത്തെ വലിയ തടാകത്തിന്റെ തീരത്തും ഫാൻഡർ പർവ്വതത്തിന്റെ താഴ്വരയിലുമായി സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് ബ്രഗൻസ്. ബ്രഗൻസ് സിറ്റിയിൽ നമ്മൾ എത്തിയിരിക്കുക. ബ്രഗൻസ് സിറ്റിയിലൂടെ നമ്മൾ ചെറിയ വോക്കിന് പോവാണ്. ആളുകൾ ഭയങ്കര കുറവാണ്. മെയിൻ ഷോപ്പിംഗ് ഏരിയ ഇങ്ങോട്ടാണ്. 2 സൈഡിലോട്ട് നമുക്ക് പോയി നോക്കാം. വളരെ കുറച്ച് കഫേകളും റെസ്റ്റോറൻറ്റ്സും മാത്രമാണ് തുറന്നിരിക്കുന്നത്. അവിടെയൊക്കെ നല്ല ജനത്തിരക്കുമുണ്ട്. കുടുംബമായി വന്ന് നല്ല ആഹാരവും ബിയറും ഒക്കെ കഴിച്ചിരിക്കുന്ന തദ്ദേശീയരായ ആളുകളെയാണ് കൂടുതലും കണ്ടത്. ഓസ്ട്രിയയുടെ സംഗീത പൈതൃകവും ക്ലാസിക്കൽ സംഗീതത്തിലേക്കുള്ള സംഭാവനകളും ലോകപ്രസിദ്ധമാണ്. മൊസാട്ടിന്റെ ജന്മനാടും ബീഥോവൻ തന്റെ ഏറ്റവും മികച്ച സംഗീത സൃഷ്ടികൾ ചിട്ടപ്പെടുത്തിയതും കൂടുതൽ സമയം ചെലവഴിച്ചതുമെല്ലാം ഓസ്ട്രിയയിലാണ്. തലസ്ഥാന നഗരമായ വിയന്ന അറിയപ്പെടുന്നത് തന്നെ സിറ്റി ഓഫ് മ്യൂസിക് എന്നാണ്. സംഗീതം ഇവിടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാണ്. ആളുകൾ കൂടുതലായി സ്പോർട്സ് ബൈക്കുകളിലും കാറുകളിലുമൊക്കെയായി വീക്കെൻഡ് ആഘോഷിക്കുന്നതിനായി നഗരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഉറങ്ങിക്കിടന്ന നഗരത്തിന് ജീവൻ വെക്കുന്നതുപോലെ തോന്നി. വാഹനങ്ങളോട് ഇഷ്ടമുള്ളവരെ ലോകത്തെവിടെ കണ്ടാലും അതൊരു സന്തോഷമാണ്. അങ്ങനെ വൈകുന്നേരം ആയതോടുകൂടി നല്ല കിഡിലൻ വണ്ടികൾ ലേക്ക് പത്തോ വെൻഡിങ് മെഷീനിൽ കിട്ടുന്ന ഈ ചോക്ലേറ്റ്സിന്റെ ഡ്രിങ്ക്സിന്റെ ഒക്കെ റേറ്റ് ശരിക്കും നോർമലി പുറത്ത് കിട്ടുന്നതിനെക്കാട്ടിലും നല്ല കൂടുതലുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. ഐസ്ക്രീം വരുന്ന എല്ലാ കൺട്രോളും പോകും.
വീട്ടിൽ നിന്ന് 80 കിലോമീറ്റർ ഉള്ളോ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. പക്ഷെ പുള്ളി വേണം കൊണ്ടുവരാൻ. പുള്ളി പക്ഷെ ട്രക്കിങ്ങിന്റെ ഒക്കെ ആളാ. കുറെ പല സ്ഥലത്ത് പോയിട്ടില്ലേ? ഓഫ് ബീറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഒത്തിരി പോയിട്ടില്ല. മധ്യ യൂറോപ്പിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകങ്ങളിലൊന്നായ ലേക്ക് കോൺസ്റ്റൻസ് ഓസ്ട്രിയ, ജർമ്മനി, സ്വിറ്റ്സർലൻഡ് എന്നിങ്ങനെ 3 രാജ്യങ്ങളായി പടർന്നു കിടക്കുന്നു. തടാകത്തോട് ചേർന്ന് നിരവധി ആളുകൾ നടക്കുവാനും സൈക്ലിങ്ങിനുമൊക്കെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. മത്സ്യവിഭവങ്ങൾ ലഭിക്കുന്ന റെസ്റ്റോറന്റുകളും സൂര്യാസ്തമയം കാണാനുള്ള കൽപ്പടവുകളും ബോട്ട് സർവീസും ആൽപ്സ് മലനിരകളുടെ കാഴ്ചകളുമൊക്കെയായി ഇവിടെ എത്തുന്നവർക്ക് സമയം ചെലവഴിക്കാൻ നിരവധി മാർഗങ്ങളാണുള്ളത്. പുതിയ 2 രാജ്യങ്ങൾ കണ്ട് ഓസ്ട്രേലിയയിലെ ബ്രഗൻസ് എന്ന് പറഞ്ഞ സിറ്റിയിൽ ലേക്കിന് മുമ്പിൽ സൺസെറ്റ് കണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളിനി അടുത്ത ദിവസം നമ്മൾ സ്വിറ്റ്സർലൻഡിലെ കുറച്ച് സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.